നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 ജനുവരി 26 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജ്യോതിശാസ്ത്രപ്രകാരം വളരെയേറെ ഉയർച്ചയും വളരെയേറെ സമ്പന്നതയുമാണ് കാണപ്പെടുന്നത്. വളരെയേറെ സമ്പന്നമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം കിട്ടുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയേറെ ഉയർച്ചയും ധനലാഭങ്ങളും ജീവിത വിജയങ്ങളും ഇവർക്ക് വന്നു ചേരുവാനും യോഗമുള്ള സമയമാണ്. ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ്. വളരെയേറെ സുവർണ കാലഘട്ടങ്ങളാണ് ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഇവർ പുതിയ ബിസിനസ് സംരംഭങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. സർക്കാർ സർവീസുകളിൽ നല്ല ജോലി ലഭിക്കുന്ന സമയമൊക്കെയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമൊക്കെയാണ്. എന്തുതന്നെയാലും നല്ല സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് നേട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും സമയമാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ മാറി സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമൊക്കെയാണ്. ധനാഭിവൃദ്ധിയും സമ്പന്നതയും സൗഭാഗ്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന സമയമൊക്കെയാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനും അവസരങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും സമ്പൽ സമൃദ്ധവും കോടീശ്വര യോഗങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയങ്ങളിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബസമേതം നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ നടത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത വിജയങ്ങളും ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ സമയം കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമൊക്കെയാണ്. കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകയിരം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയത്തിലൂടെയാണ് മകയിരം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റങ്ങളുണ്ടാകുന്ന സമയമാണ്. ധാരാളം സമ്പത്ത് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും. ദുഃഖങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അകലുന്ന സമയമൊക്കെയാണ്. എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ വളരെയേറെ ഗുണകരമായിട്ട് ഭവിക്കുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും മഹാദേവ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടൊക്കെ നടത്തി നിങ്ങൾ പോവുക. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി നേട്ടങ്ങളും ഇതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതായിരിക്കും. ഉറപ്പായും വലിയ നേട്ടങ്ങളും വലിയ ഭാഗ്യാനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമാണ്. ധാരാളം സൗഭാഗ്യ കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യങ്ങളും നിധിഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ചെറുതും വലുതുമായ ഒട്ടനവധി മാറ്റങ്ങളും ഒട്ടനവധി നേട്ടങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാനും ഈശ്വര കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം വന്നു ചേരുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളുമാണ് നിങ്ങൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. അതേ പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്.
ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന സമയമാണ്. ഉന്നതമായ ബന്ധങ്ങൾ നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കുവാനും അതുമൂലം നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുത്തുയർത്തുവാനും കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടി നിങ്ങൾക്ക് ധനാഭിവൃദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു കാലഘട്ടമൊക്കെയാണ് നിങ്ങളിത്. അതുകൊണ്ട് തന്നെ സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്കുണ്ടാകുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ധനപരമായിട്ടുള്ള മാറ്റങ്ങളും ധനാഭിവൃദ്ധിയും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ ഇവയെല്ലാം വിട്ടൊഴിയുന്ന സമയമാണ്. ശത്രുനാശങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രതിസന്ധികളൊക്കെ അകന്ന് ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. സ്വപ്നതുല്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ്. കുടുംബത്തെ കടബാധ്യതയൊക്കെ വീട്ടുവാനുള്ള ഭാഗ്യയോഗങ്ങൾ വിശാഖം നക്ഷത്ര ജാതകർക്ക് ഈ സമയം കഴിയുന്നതായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയുന്ന സമയമാണ്. വ്യാപാരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായ ഭിന്നതയൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ഒത്തൊരുമയോടുകൂടി നിങ്ങൾ ജീവിക്കാം. ഉറപ്പായും നിങ്ങൾക്കെല്ലാം അതുമൂലം നേടിയെടുക്കുവാനും കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും വെടിഞ്ഞ് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഈ 2025 ജനുവരി 26 കഴിയുന്നതോടുകൂടി തന്നെ സംഭവിക്കുന്നതായിരിക്കും. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച് ധാരാളം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും കുടുംബൈശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പൂരുട്ടാതി നക്ഷത്ര ജാതകരാണ്. പൂരുട്ടാതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുരിത കാലഘട്ടങ്ങളൊക്കെ അകന്ന് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ പ്രയാസ കാലഘട്ടങ്ങളൊക്കെ അകന്ന് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് ഉണ്ടാകുവാനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ്. ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉയർച്ചകളും ഉന്നതികളും നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ഉറപ്പായും വലിയ തോതിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളെല്ലാം അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കിട്ടുവാനും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.